കുടജാദ്രി ചിത്രമൂല ഗുഹയിൽ പോയി ഇരുന്ന് മരിക്കാം. അവിടെ ഇരുന്ന് സമാധിയായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മരിക്കാം. അല്ലാതെ എനിക്ക് തൂങ്ങിച്ചാവാനോ മറ്റേനൊന്നും ദുർമരണങ്ങളാണ്. ഈ ആത്മാവ് എത്രയോ കാലം കഴിഞ്ഞാൽ പോലും ഒരു ജന്മം കിട്ടൂല, നമുക്ക് തന്ന ജന്മം. അപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, ആഹാരമൊന്നും കഴിക്കാതെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് മരിക്കാം. ഞാൻ ബസ്സൊക്കെ കയറി ഞാൻ മുങ്ങി മരിക്കാനായിട്ട്. കാരണം ഇനി വേറെ ഓപ്ഷനൊന്നുമില്ല. ഞാൻ മൂകാംബിയെ പോയി തൊഴുതിട്ട് നേരെ കാട്ടിനകത്തുകൂടി നടന്ന്, എനിക്ക് ഒരു പേടിയില്ല, ചാവാൻ പോവയല്ലേ, വല്ലതും പിടിച്ച് കടിച്ചു കൊല്ലുകയാണെങ്കിൽ അത് വിധി. അപ്പോൾ അല്ലാതെ അങ്ങ് ആവാമല്ലോ. ഞാനായിട്ട് ചാവൂല. ഒറ്റയ്ക്ക് ആ ഗുഹയ്ക്കകത്തിരുന്നു. ഞാൻ കുടജാദ്രി പോയിട്ട് ചിത്രമൂല ഗുഹയിൽ പോയിട്ട് അതിനകത്ത് ഒരു സന്ധ്യ സമയമായപ്പോൾ ഞാൻ എത്തി. എൻ്റെ ഒരു ഉണക്ക ടോർച്ച് ലൈറ്റ് കൊണ്ട് ഒരു ചെറിയ എടുത്തുകൊണ്ട് പോകാൻ 2 തുണിയുണ്ട്. ഞാൻ ചണ്ഡി ഹോമം ഗുരുവിന് ചെറിയൊരു അസുഖ അവസ്ഥ വന്നപ്പോൾ ഗുരു എന്നെ കൊണ്ടുവന്ന് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന അമ്മ പരാശക്തിയാണ്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അമ്മയാണ്. അപ്പോൾ ഈ അമ്മയ്ക്ക് പറ്റാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഗുരുവിന് ഒരു ഡെങ്കി പനി വന്ന സമയത്ത് ചിക്കൻ ഗുനിയ വന്ന സമയത്ത് ഞാൻ നേരെ ഇങ്ങനെ ആലോചിച്ചു, ഗുരുവിന് അസുഖം വരികയോ, അദ്ദേഹമാണ് നമ്മുടെ രക്ഷകൻ. അപ്പോൾ അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ ഇതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നത് അവിടെയാണ്. ഞാൻ നേരെ അവിടെ പോയി ചണ്ഡി ഹോമം ചെയ്യാൻ പോയി. അപ്പോൾ അങ്ങനെ ചണ്ഡി ഹോമം സ്റ്റാർട്ട് ചെയ്തു. അത് സാധാ ചണ്ഡി ഹോമം ചെയ്തുകൊണ്ട് തന്നെ, കാരണം എൻ്റെ കയ്യിൽ അതിനുള്ള പൈസയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആ ചണ്ഡി ഹോമം സ്റ്റാർട്ട് ചെയ്തു. 7ാമത്തെ ചണ്ഡി ഹോമം ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 7ാമത്തെ ചണ്ഡി ഹോമം ഞാൻ ചെയ്യാനായിട്ട് ടിക്കറ്റ് എടുത്തു, ട്രെയിനിൽ ബുക്ക് ചെയ്തു. 7ാമത്തെ ചണ്ഡി ഹോമം ചെയ്യുന്നതിൻ്റെ 4 ദിവസം മുമ്പ് എൻ്റെ മോൻ സ്കൂളിൽ പഠിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് കുഴഞ്ഞു വീണു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അടുത്ത് തന്നെ SK ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. SK ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവന് ഡെങ്കിപ്പനി വന്നിട്ട് കൗണ്ട് കുറഞ്ഞാണ് പെട്ടെന്ന് കൊണ്ടുവന്ന് നമ്മൾ കിംസിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ കിംസിൽ അഡ്മിറ്റ് ചെയ്ത് ICUക്കകത്താക്കി. അപ്പോൾ ഡോക്ടർമാർ ഒന്നും പറയുന്നില്ല. എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൊണ്ടുവന്ന് കൗണ്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഇനി 2-3 ദിവസം കൊണ്ട് 4ാമത്തെ ദിവസം മൂകാംബിയയ്ക്ക് പോകണം. 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ മോളും സെയിം കാർമൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ച് അവിടെ കുഴഞ്ഞു വീണു. അവിടെ നിന്ന് നേരെ ആശുപത്രി കൊണ്ടുപോയി സെയിം അവിടെ 2 പേരെ ICUക്കകത്ത് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തു, ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. കാരണം എന്നിട്ട് നാളെ ചണ്ഡി ഹോമം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുകയാണ്. സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയാണ്, ഞാനിവിടെ ഇരുന്നിട്ട് ICUവിലെ ബാക്കിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എൻ്റെ കൂടെ ഇങ്ങനെ പറയണം, ആരോ എൻ്റെ ഉള്ളിൽ പറയും പോലെ, നീ മൂകാംബി പോ. എങ്ങനെ ഞാൻ പോകും? കാരണം ഞാൻ എന്നിട്ട് പതുക്കെ പോയി ഭാര്യയോട് പറഞ്ഞു, ഞാനൊന്ന് മൂകാംബി പോട്ടോ. അപ്പോൾ അവരെല്ലാം കൂടി എന്നെ അടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ ആ വാക്കുകൊണ്ടുള്ള അടിയൊക്കെ കൊണ്ടിട്ട് വെളിയിറങ്ങി. ഇങ്ങനെ ഞാൻ കുറച്ച് നിന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് കുമാർ എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പം ഇവിടുന്ന് ഡൽഹി വരെ ഡ്രൈവ് ചെയ്യണമെന്ന് വെച്ചാൽ പുള്ളി ഒറ്റ അടിക്കിരുന്ന് ഡ്രൈവ് ചെയ്യും. അപ്പം ഞാൻ കുമാറിൻ്റെ പറഞ്ഞു, കുമാറെ നമുക്കൊന്ന് മൂകാംബി വരെ പോയാൽ എന്ത്? പോവാം സാറേ, പിന്നെ എന്ത്? ഞാൻ നേരെ പുള്ളിയെ വിളിച്ച് നേരെ മൂകാംബിക്ക് വിട്ട്. പിന്നെ ആരുടെ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. ഞാൻ മൂകാംബിയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. മൂകാംബിക്ക് പോണ സമയത്ത് ഓരോ ടെലിഫോൺ ബെല്ല് വരുമ്പോഴും എനിക്ക് പെട്ടെന്ന് നെഞ്ചിൽ ഇങ്ങനെ ശരിക്കും പറഞ്ഞ, ദൈവമേ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കരുതേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കുമ്പോൾ അതല്ല. എന്നിട്ട് ഞാൻ എൻ്റെ 2-3 സുഹൃത്തുക്കളെ ഇവിടെ നിർത്തി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് എല്ലാം ഏർപ്പാട് ചെയ്തിട്ട് ഞാൻ പോവുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് രാവിലെ 4:45 മണിയായപ്പോൾ മൂകാംബിയിലെത്തി. രാത്രി മൊത്തം ഓടി. അവിടെ 4:45 മണിയാകുമ്പോൾ അവിടെ എത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ ഈ ഫോണിന് വണ്ടിക്ക് എത്തിയെന്നെങ്കിൽ ഇട്ട് ഇനി ഇത് അടിക്കണമെങ്കിൽ അവിടെ കിടന്ന് അടിക്കട്ടെ, എന്താ വരട്ടെ, അമ്മയിലടുത്ത് എത്തിയല്ല. സൗപർണിയെ പോയി കുളിച്ച് നേരെ മൂകാംബിയെല്ലാം അകത്ത് പോയി. അപ്പോൾ ഒരു 8 മണിയൊക്കെ 7-8 മണിയായിട്ടല്ല അന്ന് സാധാ ചണ്ഡി ഹോമം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞാൻ അവിടെ പോയി അമ്മയെല്ലാം അടുത്ത് കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് അവിടെ സൈഡിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഫോണുമില്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഹോമം കഴിഞ്ഞ് ഹോമപ്രസാദം എടുത്തുകൊണ്ട് നേരെ വന്നിട്ട് തിരിച്ച് അപ്പോഴെന്നെ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. നേരെ വന്ന് നോക്കിയപ്പോൾ ഹോസ്പിറ്റലിൽ വിളിച്ചു, ഇവിടെ നിന്നവർ വിളിച്ചു. സാറേ അതുപോലെ തന്നെ അതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഡോക്ടർ വന്ന് നോക്കിയിട്ട് പോയി. ഡോക്ടർ ഒന്നും പറയുന്നില്ല.
അപ്പോൾ ഞാൻ നേരെ അവിടുന്ന് ഞാനും കൂടി ഡ്രൈവ് ചെയ്ത്, കാരണം പുള്ളിയിൽ മൊത്തം ഇങ്ങോട്ട് രാത്രി മൊത്തം ഓടി വന്നു, തിരിച്ച് ഓടിക്കണമെന്ന് ഞാനും കൂടി ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ രണ്ടും കൂടി ഓടി. രാത്രി 2 മണിയായപ്പോൾ കിംസിൻ്റെ അവിടെ എത്തി. കിംസിൻ്റെ അവിടെ എത്തി ഞാൻ അവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞു, അവിടെ സെക്യൂരിറ്റിക്കാർ ഒരു 3 പേര് നിൽക്കുകയാണ്, രാത്രി ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ മൂകാംബിയെ പോയിട്ട് വേണം, എൻ്റെ 2 മക്കളും ഐസിക്കകത്ത് കിടക്കുകയാണ്, എനിക്ക് ഈ കുങ്കുമം കൊണ്ടുവന്ന് എൻ്റെ മക്കളെ നെറ്റി തൊട്ടണം. അപ്പം പറഞ്ഞു അതൊന്നും ഒരിക്കലും പറ്റില്ല, പെണ്ണുങ്ങളും കുട്ടികളും കിടക്കുന്ന വാർഡാണ്, ഒരു കാരണവശാലും കയറ്റാൻ പറ്റില്ല. ഞാൻ വളരെ എന്താ പറയുക കാല് പിടിച്ച് പറഞ്ഞു നോക്കി, കയറ്റില്ല. പിന്നെ ഞാൻ ഒന്ന് നോക്കിയില്ല, അവന്മാരെ എടുത്ത് കളഞ്ഞിട്ട് കയറി ഓടി. കാരണം ഞാൻ പോയിട്ട് ഇത്രയും റിസ്ക് എടുത്ത് മൂകാംബി പോയിട്ട് പ്രസാദം കൊണ്ടുവന്ന് തൊടയാണ്. എൻ്റെ മനസ്സിലറിയാം ഈ പ്രസാദം കൊണ്ട് തൊട്ടാൽ അമ്മ അവരെ രക്ഷിക്കും, അമ്മയ്ക്കേ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതുകൊണ്ട് കൊണ്ടുവന്നു ഓടി. യോമാരെൻ്റെ ബാക്കിൽ നിന്ന് ഓടി. എനിക്ക് കിടക്കുന്ന സ്ഥലമൊക്കെ അറിയാം, കാരണം ഞാൻ 2-4 ദിവസം കൊണ്ട് കയറി ഇറങ്ങിക്കൊണ്ട് എവിടെയാണെന്ന് അറിയാം. ഞാൻ ഒറ്റ ഓട്ടം നേരെ ഓടി. ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് അവൻ വരുന്നതിന് മുമ്പ് ഞാൻ ഓടി അകത്ത് കൊണ്ട് കയറി ഈ 2 മക്കളെ നെറ്റിയിലും കുങ്കുമം തൊട്ടു. അപ്പോൾ എല്ലാവരും ഉറക്കത്തിലും അല്ലാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ തൊട്ടിട്ട് ഞാൻ താഴെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഇവരെൻ്റെ കൂടെ എത്തി, ഈ 3 പേരും എത്തി. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത വലിയ തെറ്റാണ്, നിങ്ങളെ ഡ്യൂട്ടിയെ ഞാൻ മാനിച്ചില്ല, എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ പോലീസിൽ വിളിക്കാം, എന്നെ പോലീസിൽ വിളിച്ച് ഏൽപ്പിക്കാം, ഞാൻ ചെയ്ത തെറ്റായതുകൊണ്ട് ഏൽപ്പിക്കാം, നിങ്ങൾ ഇനി തരണ എന്ത് ശിക്ഷയും ഞാൻ വാങ്ങിച്ചോളാം. സത്യം ഞാൻ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ തരണ എന്ത് ശിക്ഷയും ഞാൻ വാങ്ങിച്ചോളാം, എൻ്റെ ദൗത്യം തീർന്നു. ഇനിയിപ്പോൾ നിങ്ങൾ പിടിച്ച് അകത്തിട്ടാലും ഞാൻ അവിടെ കിടക്കാം, എനിക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, കാരണം പിള്ളേരകത്ത് കിടക്കണം. അപ്പോൾ യോമാർ എന്നെ ഒന്നും ചെയ്തില്ല, മനസ്സിലായില്ല. ഞാൻ ഒരു മിനിറ്റിനകത്ത് ഇത് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വന്ന് ഇവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല, എന്നെ അങ്ങ് വെറുതെ വിട്ട് ഞാൻ തിരിച്ചിങ്ങനെ നേരെ വന്നു. പിറ്റേന്ന് ഡോക്ടർ എന്നത്തെ പോലെ റൗണ്ട്സിന് വന്ന് നോക്കിയ ഡോക്ടർ അതിശയിച്ചു പോയി. 2 പിള്ളേരും ഓക്കെ. അപ്പോൾ ഡോക്ടർ പറയാണ് വേണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കൂടി ഒബ്സർവേഷനിൽ വെക്കാം, ഇല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാം, കുട്ടികളുടെ കൗണ്ട് ഓക്കെ ആയി. അപ്പോൾ അമ്മ ശരിക്ക് പറഞ്ഞാൽ പരീക്ഷിക്കാൻ ഞാൻ ഒന്നുമല്ല, എന്നാലും അമ്മ എൻ്റെ ഭക്തിയും വിഭക്തിയും ഉണ്ടല്ലോ, അപ്പോൾ ഭക്തി അഭിനയമാണെന്ന് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ എൻ്റെ ഭക്തി എങ്ങനെയാണ് എന്ന് നോക്കാമെന്ന് വെച്ചിട്ട് അമ്മ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഭക്തർക്ക് കുറച്ച് ചെറിയ പരീക്ഷണം എന്ന പോലെ തന്ന്. ആ ഒരു പരീക്ഷണം വല്ലാത്ത പരീക്ഷണമായിപ്പോയി. കാരണം അങ്ങോട്ടുള്ള യാത്രയും ഇങ്ങോട്ടുള്ള യാത്രയും എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരാളുടെ നമുക്ക് പറഞ്ഞാൽ അത്രയ്ക്ക് കണ്ട് മനസ്സിലാവും. കാരണം കിടക്കുന്നത് നമ്മളെ ജീവനാണ്, നമ്മൾ കൊടുത്ത ജീവനാണല്ലോ 2 മക്കളും. 2 മക്കളും ഐസിക്കകത്ത് കിടക്കുകയാണ്, അല്ലാതെ വെളിയിലല്ല. ഇതിനെ ഇട്ടിട്ട് പോകാനുള്ള അതും ഇത്രയും ദൂരം, ഇവിടുന്ന് ഏകദേശം 1000-800 കിലോമീറ്ററോളം അകലെയാണ്. അതും റോഡ് അത്ര നല്ല റോഡല്ല. ഇത്രയും ദൂരം ഓടി പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അമ്മ എന്നെ എൻ്റെ ഒരു അനുഭവം, അപ്പോൾ ഈ മൂകാംബിക അമ്മയുടെ ഭക്തർക്ക് അനുഭവങ്ങളാണ് വേണ്ടത്. അനുഭവം 2, എനിക്ക് വലിയ ഒരു അടി കിട്ടി. ഒരു അടി എന്ന് പറയണത് ഒരു ദുബായ്ക്കാരനുമായിട്ട് ചേർന്ന് എൻ്റെ കയ്യിൽ കുറേ ഐഡിയകളുണ്ട്. എനിക്കൊരു 10 പാറ്റൻറ്റ് മെഡിസിനുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ. ഞാൻ കണ്ടുപിടിച്ച 10 ആയുർവേദ പാറ്റൻറ്റ് മെഡിസിനുണ്ട്. അപ്പം 2 അമൂല്യങ്ങളായിട്ടുള്ള ഓയിലുണ്ട്. ഒന്ന് മുടി നരയ്ക്കില്ല, മുടി പൊഴിയില്ല. കേശപ്രിയ എന്ന് പറഞ്ഞ് കുറേ ദിവസം കേരള ഗവൺമെൻറ്റാണ് എൻ്റെ മരുന്ന് വെച്ചത്, സിഡ്കോ വഴി. അപ്പോൾ ഞാൻ ആ ഒരു മരുന്ന്, പിന്നെ ഒരു മരുന്ന് ജയാതി തൈലം എന്നൊരു മരുന്ന്. ഈ ഓർമ്മശക്തി കുറവ്, BP ഇതൊക്കെ ഡൗൺ ആവും. ഇല്ല അപ്പോൾ ഞാനാണ് എൻ്റെ മുടിയുള്ള പരസ്യം. അതുകൊണ്ട് ഈ 2 മരുന്നുകൾ, അപ്പോൾ പുള്ളി എന്നെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് ഈ 2 മരുന്ന് ഇറക്കാം, നമുക്ക് മരുന്നിറക്കാം. അങ്ങനെ മെഷീനൊക്കെ വാങ്ങി കുറേ മരുന്നിറക്കി. ഈ മരുന്ന് പുള്ളിയിലെ കെയർ ഓഫിൽ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ പിടിച്ച് ഈ മരുന്നെല്ലാം നമ്മൾ കൊടുത്തു. 10-25 ലക്ഷം രൂപയിലെ മരുന്നുണ്ടാക്കി. ഇത് ഇന്നൊന്നുമില്ല, 10-16 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് 25 ലക്ഷം രൂപയിലെ മരുന്നുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി എല്ലാം കൊടുത്തു. ആളാണ് ഈ മരുന്ന് കൊണ്ടുവന്ന് ഒന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല. ഇയാൾ കൊണ്ടുവന്ന് ഗോഡൗണിൽ വെച്ചു. നമ്മൾ എന്ത് ചെയ്തു, ഉള്ള ചാനലിലെല്ലാം പരസ്യം കൊടുത്തു. ഈ ചാനലിൽ ഏഷ്യാനെറ്റിൽ അതുപോലെ നല്ല വിലയാണ് പരസ്യം കൊടുത്തു. വനിതയിലും പരസ്യം കൊടുത്തു. വനിതയിലൊക്കെ ഒരു ഫുൾ പേജിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ ഈ വനിതയിലും ഇതിലും അന്ന് പരസ്യം കൊടുത്തു. പരസ്യം അങ്ങ് പോയി, മരുന്നൊന്നും വിറ്റുപോയില്ല, കാശ് പോയി, എല്ലാ പൈസയും പോയി. മറ്റേ ആൾ കാലും വാരി കളഞ്ഞു. മൊത്തം ചെക്കും എന്നെ കൊണ്ട് കൊടുപ്പിച്ചു. മനസ്സിലായി, ചെക്കെല്ലാം എന്നെ കൊണ്ട് കൊടുപ്പിച്ചു. പുള്ളി മുങ്ങിയും കളഞ്ഞു.
ഈ മരുന്നൊന്നും പോയില്ലെന്ന് കണ്ടപ്പോൾ പുള്ളി വലിഞ്ഞു. പുള്ളിക്ക് ഒരു ചിലവും വന്നില്ല. പുള്ളി ഒരു 2 ലക്ഷം രൂപ മുടക്കി. ആ 2 ലക്ഷത്തിനും കൂടി എൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് വാങ്ങിച്ചു. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി ആ ചെക്ക് കൊണ്ടുവന്ന് മാറി കോടതിയിൽ ഇല്ല, പൈസ ഇല്ല, കൊടുക്കാനില്ലല്ലോ. പുള്ളി കൊണ്ട് എനിക്ക് വക്കീൽ നോട്ടീസ് വെച്ചു. എനിക്കിത് കിട്ടിയ ഗുണം അതും കൂടി കിട്ടി. ആദ്യമായിട്ട് ഒരു വക്കീൽ നോട്ടീസ് വന്നു. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയായിരുന്നു രാത്രി സമയങ്ങളിൽ എല്ലാവരും വീട്ടിൽ കൊച്ചുമക്കൾ, ഭാര്യ, ഇവരെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉണർന്നിരിക്കും. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. എന്ത് ചെയ്യാം, ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് അമ്മയുടെ അടുത്ത് പോയി ഗുഡജാദ്രി ചിത്രമൂല ഗുഹയിൽ പോയി ഇരുന്ന് മരിക്കാം. അവിടെ ഇരുന്ന് സമാധിയായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മരിക്കാം. അല്ലാതെ എനിക്ക് തൂങ്ങിച്ചാവാനോ മറ്റേനൊന്നും വയ്യ. അതൊക്കെ ദുർമരണങ്ങളാണ്. ഈ ആത്മാവ് എത്രയോ കാലം കഴിഞ്ഞാൽ പോലും ഒരു ജന്മം കിട്ടൂല, നമുക്ക് തന്ന ജന്മം. അപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, ആഹാരമൊന്നും കഴിക്കാതെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് മരിക്കാം. അങ്ങനെ ഞാൻ ഒരു മൊബൈൽ ഉണ്ടായിരുന്ന പോലും എടുക്കാതെ ഞാൻ ബസ്സൊക്കെ കയറി ഞാൻ മുങ്ങി മരിക്കാനായിട്ട്. കാരണം ഇനി വേറെ ഓപ്ഷനൊന്നുമില്ല. ഇത് കടം വിടാനൊന്നും പറ്റില്ല. വീടൊക്കെ വിറ്റാൽ പോലും വീട് വിൽക്കാനായിട്ട് നോക്കിയിട്ട് വീട് വിൽക്കാനും നടക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ബാക്കിയൊക്കെ അവരെ തലയിലെടുത്തെന്ന് പറഞ്ഞ് ഞാൻ നേരെ മുങ്ങി. ഞാൻ മൂകാംബിയിൽ പോയി തൊഴുതിട്ട് നേരെ കാട്ടിനകത്തു കൂടി നടന്ന്, എനിക്ക് ഒരു പേടിയില്ല, ചാവാൻ പോവുകയല്ലേ, വല്ലതും പിടിച്ച് കടിച്ചു കൊല്ലുകയാണെങ്കിൽ അത് വിധി. അപ്പോൾ അല്ലാതെ അങ്ങ് ആവാമല്ലോ, ഞാനായിട്ട് ചാവൂല എന്ന് വിചാരിച്ച് ഞാൻ നേരെ അവിടെ പോയി നടന്ന് അവിടെ ചെന്ന് ഒറ്റയ്ക്ക് ആ ഗുഹയ്ക്കകത്തിരുന്നു. അപ്പോൾ ആളിൽ പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ വിചാരിക്കും, ആളുകൾ വിചാരിക്കും അങ്ങനെ എങ്ങനെ പോയി ഇരിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കാം. ഞാൻ ഗുഡജാദ്രി പോയിട്ട് ചിത്രമുല മുഖയിൽ പോയിട്ട് അതിനകത്ത് ഒരു സന്ധ്യ സമയമായപ്പോൾ ഞാൻ എത്തി. എൻ്റെ ഒരു ഉണക്ക ടോർച്ച് ലൈറ്റ് കൊണ്ട് ഒരു ചെറിയ എടുത്തുകൊണ്ട് പോകാൻ 2 തുണിയുണ്ട്.